ഹായ് ഓൾ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ പേരിലാണ്. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിവർ ക്രൂസ് ട്രിപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് റിവർ ക്രൂസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സൈഡിൽ പോയിട്ട് മാത്രമേ നമുക്ക് അതിൽ ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പാലം മുറിച്ച് കടന്ന് നമുക്ക് അപ്പർ സൈഡിലേക്ക് പോകണം. നല്ല തിരക്കാണ് ആ ഒരു പാലത്തിലൊക്കെ. നമ്മൾ ഈ പോകുന്ന വഴി നമുക്ക് ധാരാളം അട്രാക്ഷൻസ് ആണ് കാണാനായിട്ട്. ഈ കാണുന്നത് ബിഗ് ബെൻ ആണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അതിന്റെ ബാക്കിൽ വെസ്റ്റ്മിനിസ്റ്റർ അബേ. അങ്ങനെ എവിടെ തിരിഞ്ഞാലും അട്രാക്ഷൻസിന്റെ മേളമാണ്. നമുക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടത്, എന്താണ് കാണേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഈ ഒരു പിയർ എന്ന് പറയുന്നത്. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒഴുകുകയാണ് ഇങ്ങോട്ട്. ഭയങ്കര തിരക്കാണ് ശരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല ഷോർട്സ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇഷ്ടംപോലെ ആളുകളാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് വേണം നമുക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാനായിട്ട്. പരമാവധി നമ്മൾ നല്ല ഷോർട്സ് എടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്കിലും തിരക്ക് കാരണം അതുപോലത്തെ ഷോർട്സ് മാത്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ ആ പാലത്തിന്റെ മുകളിൽ കയറി നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. ആ പാലത്തിൽ ശരിക്കും വാഹനങ്ങൾ ഓടുന്ന പാലം തന്നെയാണ്, പക്ഷെ അതിന്റെ രണ്ട് സൈഡിലും നടപ്പാതയായിട്ട് അവർ എക്സ്ട്രാ ഒരു വഴി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവഴിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പൊ നടക്കാൻ ശരിക്കും സ്ഥലമില്ല, അത്രമാത്രം ആളുകളാണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, വഴിയൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വേണം മുന്നോട്ട് പോകാൻ, അതുപോലത്തെ അവസ്ഥയാണ്. പാലത്തിന്റെ രണ്ട് സൈഡും എന്ന് പറയുന്നത് ഭയങ്കര ലൈവ്ലി ആണ്. കാഴ്ചകൾ കൊണ്ടും അത് മാത്രമല്ല അവിടെയുള്ള സ്ട്രീറ്റ് പ്ലേയേഴ്സ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവര്, കലാകാരന്മാർ, അവരെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു പാലം എന്ന് പറയുന്നത്. ഇതൊന്നും പറഞ്ഞിട്ട് സ്ട്രീറ്റ് ഫുഡുകളും ഐസ്ക്രീമും ഒക്കെ ആ പാലത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം ആക്ടിവിറ്റീസ് ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു പാലത്തിൽ. അതുപോലെ ജനങ്ങൾ ഒഴുകുകയാണ് ആ ഒരു രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. മാത്രമല്ല നമ്മൾ റൈറ്റിലേക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് ലണ്ടൻ ഐ കാണാം, ലെഫ്റ്റിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വെസ്റ്റ്മിനിസ്റ്റർ ആവെ, ബിഗ് ബെൻ ഒക്കെ കാണാം. അപ്പൊ ഇതൊക്കെ എത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചയും. പോരാത്തതിന് ആ റിവറിലൂടെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ക്രൂസുകളും ബോട്ടുകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ അതൊരു ഭയങ്കര ഫീലാണ്. ഫുൾ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പാലം ക്രോസ് ചെയ്ത് നെക്സ്റ്റ് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ലണ്ടനെ ക്രോസ് ചെയ്ത് പോയിട്ട് മാത്രമാണ് നമുക്ക് ക്രൂസിൽ കയറാൻ പറ്റുള്ളൂ. അതിന്റെ ബോർഡിംഗ് ഏരിയ അവിടെയാണ്. ലണ്ടനിലെ ക്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്യൂ ആണ്. അത് ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. മിക്കവരും തന്നെ ഈ അട്രാക്ഷൻസിന്റെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ളവരാണ്. ബുക്ക് ചെയ്ത് വന്നിട്ട് പോലും ഇത്രമാത്രം ക്യൂവും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മളും ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ ലണ്ടനയിൽ നമ്മൾ കയറാൻ പോകുന്നത്. അതിന്റെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന ക്യൂ ശരിക്കും ലണ്ടനയിൽ കയറാനായിട്ടുള്ള ക്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് ലണ്ടനെ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ശരിക്കും എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം വലിയൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുക. ഇനിയും മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കാണാമെന്നല്ലാണ്ട് ഫുള്ള് നമുക്ക് ഒരു വ്യൂവിൽ കിട്ടില്ല. അത്ര വലിയൊരു സ്ട്രക്ചറാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് എത്തിട്ടോ. നമ്മുടെ ബോട്ട് ബോർഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനും നല്ല ക്യൂ ഉണ്ട് കേട്ടോ. അതിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ക്യൂ നിൽപ്പുണ്ട്. ഇതാണ് ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറി ബോർഡിങ്ങിന് പോകേണ്ടത്. അങ്ങനെ നമ്മളും ക്യൂയിലേക്ക് കയറി. ക്രൂസ് നല്ല വലിപ്പമുള്ള ക്രൂസാണ് കേട്ടോ. ഒരേ സമയം 100-150 ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ക്രൂസിലാണ് നമ്മൾ പോകുന്നത്. അതൊന്നല്ല, എല്ലാ 30 മിനിറ്റ്സിലും ഇങ്ങനെ ക്രൂസ് പൊക്കോണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്നേരം വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറാവുന്ന ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ അതിന്റെ റേറ്റ് അല്പം കൂടുതലായിരിക്കും എന്ന് മാത്രം. പിന്നെ സ്ലോട്ടിന്റെ അവൈലബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ സമയം ഒരുപാട് തിരക്കുള്ളതും ഒരുപാട് പേര് ബുക്ക് ചെയ്തൊന്നും സ്ലോട്ട്സ് അവൈലബിൾ അല്ലെങ്കിൽ അവർ തരുന്ന സമയത്ത് മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ആ കാണുന്ന നീണ്ട കോറിഡോറും നമ്മുടെ ബോട്ടിലേക്കുള്ള ക്യൂവിന്റെ ആണ് ആ ഒരു കോറിഡോർ എന്ന് പറയുന്നത്. നമ്മൾ അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ബോർഡിംഗ് സമയത്ത് നല്ല സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിറ്റി തന്നെയാണല്ലോ ലണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തും തന്നെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും ടിക്കറ്റ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ് ക്രൂസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്തു. ബോട്ടിന്റെ ഉള്ളിൽ നിന്നുള്ള ഫസ്റ്റ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉള്ളിലേക്കാണ് ആദ്യം കയറിയത്. പക്ഷെ മഴ പിന്നീട് മാറിയതുകൊണ്ട് പിന്നീട് എല്ലാവരും റൂഫ് ടോപ്പിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ പാലം ക്രോസ് ചെയ്ത് നെക്സ്റ്റ് സൈഡിലേക്ക് പോയി. വെസ്റ്റ്മിനിസ്റ്റർ അബയാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഫസ്റ്റില്. ജൈജാന്റിക് ആയിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണ് ഈ ലണ്ടൻ ഐ എന്ന് പറയുന്നത്. അതിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ലണ്ടൻ മുഴുവൻ കാണാൻ പറ്റും. എന്തായാലും അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. മഴ പൊടിഞ്ഞതൊക്കെ മാറി നമ്മളും അതിന്റെ റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ക്രൂയിസിന്റെ ഓപ്പൺ ഡെക്കാണിത്. ഇവിടെ നല്ല സീറ്റിംഗ് സൗകര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഫുള്ളാണിപ്പോൾ. ഒരു കമന്റേറ്ററും ഉണ്ട്. അവർ നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള എല്ലാ അട്രാക്ഷൻസിന്റെയും പേരുകൾ നമുക്ക് പറഞ്ഞു തരും. എന്താണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്നും മറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് വിശദീകരിച്ച് തരുന്ന ഒരു കമന്റേറ്ററും ഉണ്ട്. ഈ റിവറിന്റെ രണ്ട് സൈഡിലും കാണുന്നതൊക്കെ ഓരോ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസസ് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ചതും അതിനൊക്കെ ഓരോ സിഗ്നിഫിക്കൻസും ഉണ്ട്. അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഹിസ്റ്ററി നമുക്ക് അത്ര വശമില്ലാത്തത് കൊണ്ടും അതിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ അതിന് മുതിരുന്നില്ല.
പക്ഷെ നിങ്ങളെ ഞാൻ കുറച്ച് കേൾപ്പിച്ചു തരാം അദ്ദേഹം എന്താണ് പറയുന്നതെന്നുള്ളത്. So he wanted one at the top. The church weren't having none of it. They said no because it's a church. But they compromised. So the two towers in front of it to the left, they're the entrance to St Paul's Cathedral. Above them is two pineapples. If you ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഗോപുരം എന്ന് പറയുന്നത് സെന്റ് പോൾസ് കത്തീഡ്രലിന്റെയാണ്. ആ ഒരു കത്തീഡ്രലിന്റെ ഇമ്പോർട്ടൻസ് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഫ്യൂണറൽ നടന്നത് ഈ ഒരു സെന്റ് പോൾസ് കത്തീഡ്രലിലാണ്. അതുപോലെ തന്നെ ചാൾസ് രാജാവിന്റെയും ഡയന രാജകുമാരിയുടെയും വിവാഹം നടന്നതും ഈ ഒരു സെന്റ് പോൾസ് കത്തീഡ്രലിലാണ്. മാത്രമല്ല ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വേറെയും ഉണ്ട്. അതിനെ എല്ലാം നർമ്മം കലർത്തിയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. ഹിസ്റ്ററി അത്ര രസകരമല്ലാത്തതുകൊണ്ടും ബോറിംഗ് ആയതുകൊണ്ടും അതിലൽപ്പം നർമ്മം കലർത്തി ആളുകളെ രസിപ്പിച്ചും ത്രസിപ്പിച്ചുമാണ് ആ കമന്റേറ്റർ അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും കേട്ടിരുന്നു പോകും. ഈ റിവർ ക്രോസ് ചെയ്ത് പോകുന്ന ഓരോ പാലത്തിനും ഓരോ കഥകളാണ് പറയാനായിട്ടുള്ളത്. ഓരോ പാലവും നിർമ്മിക്കുന്നത് ഓരോ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ്സിലും ഒക്കെ ആയിട്ടാണ്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോറീസ് ആണ് ഈ ഒരു കമന്റേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. This one built exactly the same style and layout as the original. Just as in Shakespeare's time, there's a red flag above it today. That denotes that there's a play on in there. The red flag means it's history. There's a white flag, it's a comedy. If there's a black flag, it's a tragedy. There's no flag, then there's no show. Just like in Shakespeare's time, you can go and see a play in there today. Costs you £5, but it's 4 hours standing. So it's up to you. The only difference between that and the original is that if there's a play on in there today and there's a female part in there, it's played by a female. But in Shakespeare's time, females were not allowed to act, and that's why all the parts were played by men. Now, most of you are going to end up along the ലണ്ടൻ നഗരത്തെ രണ്ടായി മുറിച്ചുകൊണ്ടാണ് തേംസ് എന്ന ഈ നദി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ക്രൂയിസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സുപ്രധാനമായ ധാരാളം നിർമ്മിതികൾ ഈ നദിക്ക് ഇരുകരയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ലണ്ടനിലൂടെയുള്ള സൈറ്റ് സീയിങ്ങിന് ഒരു നല്ലൊരു മാർഗമാണ് ഈ ഒരു ക്രൂയിസ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതല്ലാതെ കൂടുതൽ വിശദമായി നഗരത്തെ കാണുവാൻ മറ്റൊരു സൈറ്റ് സീയിങ് ഉപാധി കൂടി ലണ്ടനിലുണ്ട്. അതാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ. ലണ്ടൻ നഗരത്തെ വിശാലമായി ചുറ്റിക്കാണുവാൻ ഈ ബസ്സുകൾ നല്ലൊരു ഉപാധിയാണ്. ഈ കാണുന്ന കപ്പൽ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സജീവമായി പങ്കെടുത്തൊരു കപ്പലാണ്. കപ്പലിന്റെ നീറ്റിലെ കാലാവധി അവസാനിച്ചപ്പോൾ അതിനെ അവർ ഉപേക്ഷിക്കാതെ ഇവിടെ സൂക്ഷിച്ചു വരികയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അതിനെ കാണാനായിട്ട് ധാരാളം ആളുകളാണ് ഇവിടെ വരുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്ന നിലയിലാണ് ഈ കപ്പലിനെ അവർ വൃത്തിയായി സൂക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. അപ്പോഴേക്കും നമ്മളെല്ലാം കാത്തിരുന്ന ആ നിർമ്മിതി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ക്രൂസ് തിരിഞ്ഞു വരുന്നതാണ്. ഒരുപാട് നാളത്തെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു നിർമ്മിതിയാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പലരും ഇവിടെ വരുന്നത് തന്നെ ലണ്ടൻ ബ്രിഡ്ജ് കാണാനായിട്ടും അതിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെയാണ്. അത്രമാത്രം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഈ ഒരു ബ്രിഡ്ജിനുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നടുഭാഗം ഉയർത്താൻ പറ്റുന്നതാണ്. അങ്ങനെ ഉയർത്തിയാണ് ആ കപ്പൽ ഉൾപ്പെടെ പല കപ്പലുകളെയും ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഈ ഒരു ബ്രിഡ്ജ് കയറ്റി വിടുക. ആ ബ്രിഡ്ജ് വഴി ഇപ്പോഴും റോഡ് ഗതാഗതമുണ്ട്. മാത്രമല്ല ജനങ്ങൾക്ക് നടക്കാനുള്ള നടപ്പാതയും അതിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഉണ്ട്. ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിലൂടെയുള്ള യാത്രയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം അടുത്ത ദിവസം നമ്മൾ വീണ്ടും വരുന്നുണ്ട് ലണ്ടൻ ബ്രിഡ്ജ് കാണാനായിട്ട് മാത്രം. അപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു. സായാഹ്ന സൂര്യന്റെ മഞ്ഞ വെളിച്ചത്തിൽ ഈ ഒരു കാഴ്ച അതിമനോഹരം തന്നെ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നിർമ്മിതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് 1973 ക്വീൻ എലിസബത്ത് II ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും സ്റ്റീലും കോൺക്രീറ്റും കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കാലം കാണാൻ കൊതിച്ച ആ ഒരു കാഴ്ച നമ്മൾ ഇപ്പോൾ കാണുകയാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ്. ലണ്ടൻ ബ്രിഡ്ജിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഏകദേശം 2000 വർഷം തന്നെ അതിന് പഴക്കമുണ്ട്. പക്ഷെ ഈ കാണുന്ന ബ്രിഡ്ജ് ആയിരുന്നില്ല അന്ന് ആദ്യം നിർമ്മിക്കുമ്പോൾ. അത് റോമൻസ് ആണ് നിർമ്മിച്ചത്. AD 43 ഒരു വുഡൻ ബ്രിഡ്ജ് മാത്രമായിരുന്നു, വോക്കബിൾ ബ്രിഡ്ജ്. അതിനുശേഷം പല തവണകൾ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, പലതവണ റീബിൽഡ് ചെയ്യപ്പെട്ടു. ഓരോ തവണയും തടി കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോഴെല്ലാം ഫയർ മുഖാന്തരം അത് നശിപ്പിക്കപ്പെടുമായിരുന്നു. അങ്ങനെ അവസാനം 19ാം നൂറ്റാണ്ടിൽ സ്കോട്ടിഷ് സിവിൽ എഞ്ചിനീയറായ ജോൺ റെനെയാണ് ആദ്യമായി കല്ലുകൊണ്ട് ഈ പാലം സ്റ്റോൺ ആർച്ച്ഡ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചത്. അതിന്റെ വിപുലീകരണമാണ് 1973 നടന്നത്. അപ്പോൾ ഒരുപാട് സിഗ്നിഫിക്കൻസും ഒരുപാട് വാറുകളും ഒരുപാട് ജനറേഷൻസും കണ്ട ഒരു ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രമാത്രം പ്രാധാന്യവും സിഗ്നിഫിക്കൻസും ഉള്ളത്. അങ്ങനെ നമ്മുടെ ക്രൂയിസ് ട്രിപ്പ് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി നമ്മൾ ഇപ്പുറ സൈഡ് വന്നു. ഇനി നമ്മൾ അടിയിൽ കൂടി തന്നെ
അങ്ങനെ നമ്മുടെ ക്രൂസ് ഇതാ ലണ്ടൻ ബ്രിഡ്ജ് കറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ അബയും കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റ്മിനിസ്റ്റർ അബയുടെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് ഈ ഒരു വെസ്റ്റ്മിനിസ്റ്റർ അബയെ നമുക്ക് കാണാൻ പറ്റുക. നല്ല ഭംഗിയാണ് ആ ഒരു വ്യൂ കാണാനായിട്ട്. വെസ്റ്റ്മിനിസ്റ്റർ അബയെ ഇത്ര ഭംഗിയായി കാണാൻ പറ്റുന്ന വേറെ ഒരു വ്യൂ പോയിന്റും ഇല്ല. മുകളിൽ നിന്ന് നമുക്ക് ലണ്ടൻ ഐയിൽ കയറിയാൽ കാണാം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്ന നല്ല വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ബോട്ട് മാത്രമാണ്. അങ്ങനെ നമ്മുടെ ക്രൂസ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമ്മളിപ്പം റിവർ ക്രോസ് ചെയ്യുന്നത് വേറൊരു പാലത്തിൽ കൂടെയാണ്. അത് നടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാലമാണ്. ആ പാലവും ലൈവ്ലിയാണ്. ധാരാളം ആളുകൾ കടന്നു പോകുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മെട്രോയ്ക്ക് വേണ്ടിയിട്ടൊരു പാലമുണ്ട്. നല്ല വ്യൂ ആണ്. ഒരു സായാഹ്ന സമയം കൂടി ആയതുകൊണ്ട് ഏകദേശം ഇരുട്ടി വരുന്നുണ്ട്. നമ്മളിനി നേരെ പോയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കും. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നമ്മൾ 3 ദിവസം ലണ്ടനിലുണ്ട്. 3 ദിവസം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ റെഗുലർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റും ചെയ്യുക. അപ്പോൾ ലണ്ടൻ സീരീസിലെ മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ.